KSRTCയിൽ ജീവനക്കാർ അൺഓതറൈസ്ഡ് ആബ്സെൻറ്റ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന അത്യാവശ്യം നിമിത്തം ജോലിക്ക് ഹാജരാകാതിരിക്കുക. അങ്ങനെ ഹാജരാകാതിരുന്നാൽ ആ ജീവനക്കാർ അന്നത്തെ ദിവസം ആ വാഹനം മുടങ്ങിയതിൻ്റെ, ആ വാഹനം സർവീസ് പോകാത്തതിൻ്റെ പൈസ, അത് എത്ര രൂപയാണോ ആ വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് കളക്ഷൻ, ആ കളക്ഷൻ ഈ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കുവാൻ ഒരു പുതിയ സമ്പ്രദായം തുടങ്ങിയിരിക്കുകയാണ്. അംഗീകൃത സംഘടനകളോട് കൂടിയൊക്കെയാണ്. അപ്പോൾ ഈ അംഗീകൃത സംഘടനകൾ മാനേജ്മെൻറ്റുമായിട്ട് പല കാര്യങ്ങളിലും ഐക്യമാണെന്നും അംഗീകൃത സംഘടനകളാണ് എൻ്റെ ബലമെന്നുമൊക്കെ മുൻ MD ഇത്തരം ക്രൂര പീഡനങ്ങൾ കൊണ്ടുവരികയും ഈ റോമാ സാമ്രാജ്യം കത്തിയിരിക്കുമ്പോൾ വീണ വായിച്ച് രസിച്ച് അട്ടഹസിച്ച നീറോ ചക്രവർത്തിയെ പോലെയോ നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ കണ്ടു രസിച്ചിരുന്ന ഹിറ്റ്ലറെ പോലെയൊക്കെ മനോഭാവം ഉണ്ടായിരുന്ന ഒരു മുൻ MD ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ കൊണ്ടുവന്നൊരു നിയമങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഈ അൺഓതറൈസ്ഡ് ആബ്സെൻറ്റ് പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ജീവനക്കാരൻ മനഃപൂർവ്വമായിട്ട് വണ്ടി എടുക്കാത്തതിനെ അനുകൂലിക്കുന്ന ആളല്ല. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ജോലി ഉത്തരവാദിത്തപ്പെട്ട സമയത്ത് തന്നെ ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത വീട്ടിലൊരു മരണം നടക്കുന്നു, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്നു, ശാരീരികമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഈ സർവീസ് മുടങ്ങുക എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് പോലും ചോദിക്കാതെ ജീവനക്കാരുടെ കയ്യിൽ നിന്നും ഈ പൈസ ഈടാക്കിയാണ്. അപ്പോൾ ഇപ്പോൾ 1-2 പേര് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ശമ്പളത്തിൽ നിന്ന് പൈസ പിടിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സമീപിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പം ഈ എൻ്റെ അടുത്ത് വന്ന ആളുകളിൽ പ്രധാനപ്പെട്ട 2 പേർക്ക് ഹൃദ്രോഗികളാണ്. അവർ ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളുകളാണ്. ഒരാൾ ബൈപ്പാസ് കഴിഞ്ഞ്, ഒരാൾ ആൻജിയോ കഴിഞ്ഞിട്ട് വിളിച്ചിരിക്കുന്ന ആൾ. അപ്പോൾ ഇവർക്ക് പെട്ടെന്നുണ്ടായ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ആ ശാരീരിക അവസ്ഥ വളരെ മോശമായത് കാരണം അവർക്കത് സർവീസ് വരാൻ വന്നില്ല. ഈ കാര്യം രേഖാമൂലം സമർപ്പിച്ചിട്ട് പോലും അറിയാമല്ലോ, ഞങ്ങളുടെ ചക്രന്മാരെന്ന് പറയുന്നത് മനസാക്ഷിയില്ലാതെ അവിടെ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കി വെച്ചിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ വണ്ടി മുടങ്ങുന്ന പൈസ ആരുടെ കയ്യിൽ നിന്നാണ്? ഈ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഈടാക്കിയാണ്. ഇപ്പോൾ ഡ്രൈവറാണ്, കണ്ടക്ടറാണല്ലോ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കണ്ടക്ടർമാർക്ക് അത്രയും ഈ നടപടിക്ക് വിധേയമാകുന്നില്ല എന്നുള്ളത് ഇതിനകത്തൊരു കാറ്റഗറിസമാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഏതായാലും ഇത്തരത്തിൽ പൈസ ഈടാക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് പല ഡിപ്പോകളിലും ഈ വണ്ടികൾ വെറുതെ കിടക്കുകയാണ്. ഇപ്പോൾ പിറവം ഡിപ്പോയിൽ 2 വണ്ടി ഒരു 3 മാസക്കാലത്തിന് മേലെയായി വെയിലും മഴയും ഏറ്റവിടെ കിടക്കുന്നു. അപ്പോൾ അതിൽ ഒരു വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, അതായത് വണ്ടി നമ്മൾ ടെസ്റ്റ് നടത്തുക എന്ന് പറയും. അപ്പോൾ എല്ലാ പണിയും പൂർത്തീകരിച്ച് ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് GPS സമ്പ്രദായം വേണമെന്ന് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തൊരു തീരുമാനം വന്ന് ഹെവി വാഹനങ്ങൾ നല്ലതാണ്. അപ്പോൾ ഈ GPS ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 3 കമ്പനികൾ KSRTCയുമായി കരാറും അവർക്ക് പൈസ കൊടുത്ത് അവരാണിത് പിടിപ്പിക്കുന്നത്. ഏതായാലും GPS പിടിപ്പിക്കുന്ന കമ്പനിക്കാരെ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല, അവർക്ക് കാശ് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. GPS ഇല്ലാതെ ഈ വാഹനം ടെസ്റ്റ് ചെയ്ത് നടത്താനും പറ്റുന്നില്ല. ഇപ്പോൾ സ്പീഡ് ഗവർണറൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ആശാന്മാർ, ഇപ്പോൾ സ്പീഡ് ഗവർണർ KSRTCക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പൊതുജനങ്ങളുടെ വാഹനങ്ങളെ അതിരൂക്ഷമായ രീതിയിൽ പരിശോധിക്കുന്ന MVDA സമ്പ്രദായമൊക്കെ കേരളത്തിലുണ്ട്. അതായത് നമ്മളൊരു വണ്ടിയിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടൊരു ബമ്പറിൽ എന്തെങ്കിലും ചെയ്താൽ, ഒരു വണ്ടിയിൽ 2 സ്റ്റിക്കർ കൂടുതൽ ഇട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിടിക്കുന്ന MVD KSRTC ബസ്സിൽ സ്പീഡ് ഗവർണർ ഉണ്ടോ, KSRTC ബസ് അതിൻ്റെ ഫിറ്റ്നസ്സോട് കൂടിയാണോ ഓടുന്നതെന്നൊന്നും പരിശോധിക്കുന്നില്ല. അതൊക്കെ വേറെ വിഷയമാണ്. ഏതായാലും പിറവം ഡിപ്പോയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഡിപ്പോകളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിന് വേണ്ടി പണിതിറക്കിയിട്ടിട്ട് ഈ വാഹനങ്ങൾ GPS ഇല്ല എന്നുള്ള കാരണത്താൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നു. ഇനി ഈ വാഹനങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ GPS പിടിപ്പിച്ചിട്ട് ഈ വാഹനങ്ങൾ CFന് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും പെയിൻറ്റ് ചെയ്യുകയും ഇത് വീണ്ടും മെയിൻ്റെനൻസ് നടത്തുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ ഭാഗത്തിൽ ഒരു ദിവസത്തെ മുടക്കം, അവൻ്റെ അത്യാവശ്യം കൊണ്ടായിരിക്കാം, ശാരീരിക പ്രശ്നം കൊണ്ടായിരിക്കാം, അങ്ങനെ ഒരു ദിവസത്തെ മുടക്കം വരുന്ന ഒരാളോട് ആ ഒരു വണ്ടിയുടെ ഏറ്റവും ടോപ്പ് കളക്ഷൻ ശമ്പളത്തിൽ നിന്നും ഒരു ദയവുമില്ലാതെ പിടിച്ചെടുക്കുന്ന ഈ ആ മാനേജ്മെൻറ്റിലെ ആളുകളുടെ ഉത്തരവാദിത്വ കുറവുകൊണ്ട് ഈ വാഹനം ദിവസങ്ങളോളം കിടക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ പൈസ ആരിൽ നിന്ന് മേടിക്കും? മാധ്യമങ്ങൾക്ക് മുമ്പിൽ തള്ളിമറിക്കുന്ന ഒരു മന്ത്രി ഉണ്ടെന്നുള്ളതല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും പുലർത്തുന്നില്ല. ജീവനക്കാരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Thank you.